അടിമാലി ടൗണിൽ ഭിക്ഷാടകരുടെ എണ്ണം വർദ്ധിക്കുന്നു. ഒന്നിലധികം ആളുകൾ പല സമയങ്ങളിലായി വ്യാപാര സ്ഥാപനങ്ങളിൽ പണം ചോദിച്ച് എത്തുന്നതും പണം ലഭിക്കാതെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും പോകാൻ തയ്യാറാകാതെ വരുന്നതും വ്യാപാര സ്ഥാപന നടത്തിപ്പുകാർക്ക് പ്രതിസന്ധിയാകുന്നുണ്ട്. സ്കൂൾ കോളേജ് സമയങ്ങളിൽ വിദ്യാർത്ഥികളോട് വരെ പണം ചോദിച്ചെത്തുന്ന ഭിക്ഷാടകർ പണം ലഭിക്കാതെ വരുമ്പോൾ ശാപവാക്കുകൾ പറയുന്ന കാഴ്ചയും പതിവാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി അടിമാലി ടൗണിൽ ഭിക്ഷാടകരുടെ എണ്ണം വർദ്ധിച്ചിട്ടുള്ളതായാണ് പരാതി. ടൗണിൽ ബസ് സ്റ്റാൻഡ് പരിസരം, സെൻട്രൽ ജംഗ്ഷൻ തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെയാണ് ഭിക്ഷാടകരുടെ സാന്നിധ്യം കൂടുതലായുള്ളത്. ആശുപത്രി പരിസരത്തും ഭിക്ഷയാചിക്കുന്നവരുണ്ട്. അതിരാവിലെ ടൗണിലെത്തുന്ന ഇവർ രാത്രിയാക്കുന്നതോടെ ടൗണിൽ നിന്നും അപ്രത്യക്ഷരാകും. വൃദ്ധരും അംഗവൈകല്യമുള്ളവരുമാണ് ടൗണിലെത്തിയിട്ടുള്ള ഭിക്ഷാടകരിൽ കൂടുതൽ. ഒന്നിലധികം ആളുകൾ പല സമയങ്ങളിലായി വ്യാപാര സ്ഥാപനങ്ങളിൽ പണം ചോദിച്ചെത്തുന്നതും പണം ലഭിക്കാതെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും പോകാൻ തയ്യാറാകാതെ വരുന്നതും വ്യാപാര സ്ഥാപന നടത്തിപ്പുകാർക്ക് പ്രതിസന്ധിയാകുന്നുണ്ട്. സ്കൂൾ കോളേജ് സമയങ്ങളിൽ വിദ്യാർത്ഥികളോട് വരെ പണം ചോദിച്ചെത്തുന്ന ഭിക്ഷാടകർ പണം ലഭിക്കാതെ വരുമ്പോൾ ശാപവാക്കുകൾ പറയുന്ന കാഴ്ചയും പതിവാണ്. ഭിക്ഷാടകരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വിഷയത്തിൽ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധ പതിയണമെന്ന ആവശ്യം ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘമായി എത്തുന്ന ഭിക്ഷാടകർ പിന്നീട് ഒറ്റതിരിഞ്ഞ് ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭിക്ഷയാചിക്കും. ഭിക്ഷാടകരെ കൂട്ടമായി ടൗണിലെത്തിച്ച് പണം സ്വരൂപിക്കുന്ന സംഘം പ്രവർത്തിക്കുന്നു എന്ന സംശയം വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുയരുന്നുണ്ട്. സിറ്റി വിഷൻ, അടിമാലി.